ദക്ഷിണേന്ത്യയിൽ BJP കടന്നു കയറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഈ എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ. കാരണം തെലങ്കാനയിൽ അവർക്ക് സീറ്റ് കിട്ടുന്നു, ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ കൂടെ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്നു, കർണാടകയിൽ അവര് സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടുവെങ്കിലും ഇപ്പോഴും കേന്ദ്രത്തിലേക്ക് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ BJPയിലെ അടിപിടിയുണ്ട്, അതുപോലെ പ്രജ്വൽ രേവണ്ണെ പോലെയുള്ള സ്ത്രീ പീഡകർ പോലും സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട്, അതിന്റെ വിവാദങ്ങളുണ്ട്. ഇതൊക്കെ നടന്നിട്ടും ഇപ്പോൾ പറയുന്ന എക്സിറ്റ് ഫലങ്ങൾ ശരിയാണെങ്കിൽ കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ മുന്നണി ഏറ്റവും ചുരുങ്ങിയത് 15 സീറ്റ് വരെയെങ്കിലും നേടും എന്ന് പറഞ്ഞ കർണാടകയിൽ ഇപ്പോൾ പറയുന്നത് അവർക്ക് 5 സീറ്റ് വരെയാണ് കിട്ടാൻ സാധ്യത എന്നാണ്. എന്ന് പറഞ്ഞാൽ 24 സീറ്റിൽ 5 സീറ്റ് കഴിഞ്ഞാൽ ബാക്കി 19-20 സീറ്റ് ഇവർക്ക് കിട്ടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആന്ധ്രയും കർണാടകയും തെലങ്കാനയും അവർക്ക് ആധിപത്യം ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർക്ക് മേൽക്കൈ കിട്ടുമെന്നാണ്. കേരളവും തമിഴ്നാടും ബാലികേറ മല ആയിരുന്നു എന്നാണ് നമ്മൾ പറയുക BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമാണ് തമിഴ്നാട്, ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമാണ് കേരളം എന്നൊക്കെ നമ്മൾ വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ ഈ സർവേ ഫലങ്ങൾ എന്തെങ്കിലും സൂചന നൽകുന്നുവെങ്കിൽ അത് ഞെട്ടിക്കുന്ന സൂചനയാണ്. തമിഴ്നാട്ടിൽ 3-4 സീറ്റ് വരെ BJP നേടാം എന്ന് പറയുന്നവരുണ്ട്. BJP ആണോ, BJPയുടെ സഖ്യകക്ഷിയായ PMK ആണോ, എന്തായാലും NDA സഖ്യത്തിന് നേടാം. അവിടെയും ഏറ്റവും വലിയ തകർച്ചയുണ്ടാവുന്നത് ഒരു സഖ്യത്തിലും പെടാതെ നിൽക്കുന്ന ഓൾ ഇന്ത്യ അണ്ണാ DMK പഴയ ജയലളിതയുടെ പാർട്ടി നിലം തൊടാതെ പരാജയപ്പെടും എന്നാണ്. ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയം അവിടെ ഉണ്ടാവും, പക്ഷേ ബാക്കി സീറ്റുകൾ പിടിക്കുന്നത്, അവർക്ക് നഷ്ടപ്പെടുന്ന സീറ്റുകൾ പിടിക്കുന്നത് NDA ആണ്, ADMK അല്ല. അതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ് കേരളത്തിൽ ഇതുവരെ ഒരു അസംബ്ലി സീറ്റ് ഒഴിച്ച് ഒരിക്കലും NDA ജയിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ ഒരു പാർലമെന്റ് സീറ്റ് അവർ മോഹിച്ചിരുന്നു, 2 പാർലമെന്റ് സീറ്റ് പലരും പ്രവചിച്ചിരുന്നു. ഇപ്പോൾ ചില സർവേകൾ പറയുന്നത് 4 പാർലമെന്റ് സീറ്റ് വരെ വിജയിക്കാമെന്നാണ്. അതിനേക്കാൾ അപകടകരമായൊരു ട്രെൻഡ് നമുക്കറിയില്ല. ചില സർവേകൾ പറയുന്നത് LDFും NDAയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 2% എന്നാണ് ചില സർവേകളിൽ. അത് ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഒരിക്കലും സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് 4 സീറ്റ് കിട്ടിയാൽ പോരാ. ഇത് പ്രവചിക്കുന്ന ആളുകൾ തന്നെയാണ് LDFന് 0-ഉം NDAക്ക് 4-ഉം പറയുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണ് അതിന്റെ കണക്കെന്ന്. എന്തായാലും ആ സർവേ ശരിയാണെങ്കിലും അല്ലെങ്കിലും NDAക്ക് കേരളത്തിൽ 1 മുതൽ 4 വരെ സീറ്റ് എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ BJP അതിന്റെ വേരുറപ്പിക്കുന്നു, അല്ലെങ്കിൽ വേരുകൾ പടർത്തുന്നു എന്നാണ് ഈ സർവേ ഫലം കാണിക്കുന്നത്. ഈ സർവേ തെറ്റാവാനാണ് കേരളത്തെ സംബന്ധിച്ച് സാധ്യത എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം കേരളത്തിൽ NDAക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. അതുമാത്രമല്ല LDFന് 1 സീറ്റും കിട്ടില്ല എന്ന് പറയുന്നവരാണ് NDAക്ക് 4 സീറ്റ് കിട്ടുന്നു എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ വോട്ട് ശതമാനത്തിന്റെ കണക്കിലൊക്കെ പറയുന്നത്. ഞാനിത് വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഫലവും ഇതുപോലെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. കേരളത്തെ പറ്റി അറിയാവുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സർവേ തെറ്റാവാനാണ് സാധ്യത. എങ്കിലും കഴിഞ്ഞ തവണയും NDAക്ക് 1 സീറ്റ് ഇവർ പ്രവചിച്ചിരുന്നു, 1 സീറ്റ് ഇവിടെ കിട്ടിയില്ല. അതുപോലെ തന്നെ ആവാനാണ് സാധ്യത എന്ന് ഞാൻ കരുതുന്നു.